നമസ്കാരം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിജയകരമായിരുന്നു. അതേസമയം തന്നെ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യ ഇനിയും കൂടുതൽ തയ്യാറെടുക്കേണ്ടി വരും എന്നുണ്ട്. ഈ ഓപ്പറേഷൻ വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. പാകിസ്ഥാന്റെ സൈനിക തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി. ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചപ്പോൾ അതെല്ലാം തരിപ്പണമാക്കി നമ്മുടെ വ്യോമസുരക്ഷയുടെ മേൽക്കോയ്മ രാജ്യം വിളിച്ചോതി. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ആക്രമണങ്ങളെ വിജയകരമായി പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നതിൽ സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ച നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നമ്മെ ലക്ഷ്യം വയ്ക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാന്റെ നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ നമ്മുടെ വ്യോമ പ്രതിരോധത്തിന്റെ ശേഷി തുറന്നു കാട്ടിയെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും മറ്റ് സംരക്ഷണ നടപടികളും ഇന്ത്യയിലുണ്ട്. ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പ്രധാനമായും മിസൈലുകളും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ, റോക്കറ്റുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അത്തരം ആക്രമണങ്ങൾ തടയുന്നതിൽ അവ ഫലപ്രദമാണെന്നും പ്രതിരോധ വിദഗ്ധർ കരുതുന്നുണ്ട്. എന്നാൽ ഇനി വരാനിരിക്കുന്നത് ഡ്രോൺ യുദ്ധകാലമായതിനാൽ തന്നെ ഡ്രോണുകൾ മാത്രമല്ല, അവ പ്രതിരോധിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശേഷിയും ദിനംപ്രതി നാം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. താഴ്ന്ന ഉയരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ മറ്റെന്തെങ്കിലും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കൊരു സീറാം കൗണ്ടർ റോക്കറ്റ്, അതായത് ആർട്ടിലറി മോട്ടോർ സംവിധാനം ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നത്. ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ നേരിടാൻ ഈ സംവിധാനം വളരെ സഹായകരമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിർത്തിയിലെ സൈനിക താവളങ്ങളുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ സഹായിക്കും. അമേരിക്കയുടെ ഫലാൻസ് അല്ലെങ്കിൽ ഇസ്രയേലി അയൺ ഡോം എന്നിവയ്ക്ക് സമാനമായി റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ, മോട്ടാറുകൾ, ഡ്രോണുകൾ തുടങ്ങി താഴ്ന്ന ഉയരത്തിലുള്ള ഭീഷണികളെ നശിപ്പിക്കുന്നതിനാണ് സിറാം സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വരുന്ന റോക്കറ്റുകൾ, പീരങ്കികൾ, മോർട്ടാറുകൾ എന്നിവ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ അതിനെ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതിനും ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സംവിധാനങ്ങളാണ് കൗണ്ടർ റോക്കറ്റ്. കൂടാതെ ആർട്ടിലറി, അതോടൊപ്പം തന്നെ മോട്ടാർ, ചുരുക്കത്തിൽ സീറാം അല്ലെങ്കിൽ കൗണ്ടർ റാം എന്ന് പറയും. 20 mm ലാൻഡ് ബേസ്ഡ് ഫലാൻസ് വെപ്പൺ സിസ്റ്റം അമേരിക്കൻ നാവികസേനയുടെ ഫലാൻസ് ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റത്തിന്റെ ഒരു കര അധിഷ്ഠിത വകഭേദമാണ്. മിസൈലുകളിൽ നിന്നും കപ്പലുകളുടെ സംരക്ഷണത്തിനായി റഡാർ നിയന്ത്രിത റാപ്പിഡ് ഫയർ ഗൺ, വെടിവെക്കുന്നതിന് മുമ്പ് വരുന്ന തീയെ ദൃശ്യപരമായി തിരിച്ചറിയാൻ ഓപ്പറേറ്റർമാരെ അനുവദിക്കുന്നതിന് ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നാവിക ഫലാൻസ് സിസ്റ്റങ്ങൾ, അതോടൊപ്പം തന്നെ ടങ്സ്റ്റൺ ആർമർ, അതോടൊപ്പം പിയേഴ്സിംഗ് റൗണ്ടുകൾ എന്നിവ വെടിവെക്കുമ്പോൾ സീറാം 20 mm ഹൈറ്റ് ST വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ M163 ഉൾപ്പെടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്. അതുവഴി ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത റൗണ്ടുകളിൽ നിന്നുള്ള കൊളാറ്ററൽ നാശനഷ്ടങ്ങളുടെ സാധ്യത വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.